ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഗോതമ്പടയുടെ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഈ ഗോതമ്പടയുടെ ഫില്ലിംഗ് വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് ചെയ്തെടുക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ വ്യത്യസ്തമായ ഫില്ലിംഗ് ഒക്കെ വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു സ്പെഷ്യൽ ഗോതമ്പടയ്ക്ക് വേണ്ടി 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് കുഴിഞ്ഞു പോകുന്നൊരു പാകമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. എനിക്കിതിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് മാവിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ വെള്ളം. നമ്മളപ്പോൾ കുഴച്ചെടുത്ത മാവ് ഒന്ന് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി 3 അച്ച് ശർക്കര, ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് അടുപ്പിലേക്ക് മാറ്റി വെച്ച് ഉരുക്കിയെടുക്കാം. ഞാനപ്പോൾ അതൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയെടുക്കുക കേട്ടോ. നമ്മളപ്പോൾ ഉരുക്കിയെടുത്ത ആ ശർക്കരയുണ്ടല്ലോ, അത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങ ചെരുകിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്താൽ മതിയാവും. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഫില്ലിങ്ങിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറുപഴമാണ് കേട്ടോ. അതിനുവേണ്ടി ചെറുപഴം 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തോലൊക്കെ മാറ്റി ഇതുപോലെ ചെറുതായി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ ശർക്കരയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിൻ്റെ പൗഡറാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകം പൊടിച്ചത് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരല്പം, ഒരു പിഞ്ച് മാത്രം ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ചെറുപഴം ഉണ്ടല്ലോ, അതിൻ്റെ ആ അടിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മിക്സും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴം ചേർത്ത് ഇളക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ ഈ ശർക്കരയും തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനോടൊപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യ് കൂടെ ചേർക്കുമ്പോൾ ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുപഴം അടിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നോർമൽ നമ്മൾ ശർക്കര നാളികേരം മാത്രം വെക്കുന്നതിനേക്കാൾ നല്ലൊരു ടേസ്റ്റാണ് ഗോതമ്പ് പൊടിയുടെ കൂടെ ഈ ഒരു ഫില്ലിങ് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഫില്ലിങ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. ലൂസായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അടയുടെ ഉള്ളിൽ വെച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ചിലപ്പോൾ മെൽറ്റായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നിങ്ങൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അട പരത്തിയെടുക്കാം. അതിനുവേണ്ടി വാഴയില എടുക്കുക. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയി തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗോതമ്പ് മാവിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. കുറച്ച് വെള്ളം കയ്യിൽ തൊട്ട് ഇതുപോലെ പരത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമേ. അപ്പം ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ട് ഫില്ലിംഗ് നന്നായിട്ട് എല്ലാ വശത്തേക്കും ആകുന്ന പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വാഴയില അങ്ങ് പകുതിയിലേക്ക് വെച്ചിട്ട് അങ്ങ് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തെടുത്തതിന് ശേഷം ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പം ഞാൻ സ്റ്റീം ചെയ്യുന്നതിനുള്ള പാത്രം നേരത്തെ തന്നെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ 4 അടയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ 2 അട വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഇല എടുക്കുമ്പോൾ ആ വാഴയിലയുടെ തണ്ട് ഉണ്ടാവുമല്ലോ, കട്ടിയുള്ള തണ്ട്, അത് ഇങ്ങനെ 2ഓ 3ഓ തണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയറും കൂടെ അട വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് എണ്ണം ഒരുമിച്ച് വെക്കുന്നതിനേക്കാൾ ഇങ്ങനെ 3ഓ 4ഓ എണ്ണം ഒരുമിച്ച് വെച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് ഈ ഇല ഒന്ന് മാറ്റി നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അത് വിട്ട് വരും, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം അടകളും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഗോതമ്പട വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗോതമ്പട ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.